ഗൈസ്, ലോകത്തുള്ള എല്ലാ മലയാളികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ ലോകത്ത്, നിങ്ങൾ US ജർമ്മനി, ജപ്പാൻ, അല്ലെങ്കിൽ സൗത്ത് കൊറിയ, സ്വിറ്റ്സർലാൻഡ്, കാനഡ, അല്ലെങ്കിൽ ദുബായ്, ഏതെങ്കിലും ഗൾഫ് കൺട്രീസിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ, നിങ്ങളുടെ എവിടെ ആയിക്കോട്ടെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ബൈ ഫക്കിംഗ് ബിറ്റ്കോയിൻ ടുഡേ, റൈറ്റ് നൗ. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾ കേട്ടേക്കുന്ന ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാചകമായിരിക്കും അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായില്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന വർഷങ്ങൾ നിങ്ങളത് മനസ്സിലാവും. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്, എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് സെപ്റ്റംബർ 2024 25 ആണെന്ന്. ഇന്ന് സെപ്റ്റംബർ 25 ഈ ഒരു സമയങ്ങളിൽ യൂട്യൂബ് ഒരിക്കലും ബിറ്റ്കോയിൻ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോസും പ്രൊമോട്ട് ചെയ്യാറില്ല. അതായത് ആളുകളിലേക്ക് എത്തിക്കുന്നത് വളരെ വിരളമായിട്ടാണ്. നിങ്ങളിത് ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കണമെന്നില്ല, കാലം തെളിയിക്കും. കാരണം എനിക്ക് ഈ ഒരു വീഡിയോ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. കാരണം ആളുകളിലേക്ക് ഞാനിത് എത്തിച്ചിരുന്നു എന്നുള്ളൊരു തെളിവ് ഇവിടെ കാണണം. ഇന്ന് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത് ഒരു ബിറ്റ്കോയിൻ ഏകദേശം 65,262 US$ ഈ ഒക്ടോബർ മാസം ആവുമ്പോഴത്തേക്ക്, അടുത്തത് ഒക്ടോബറാണ്, ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ ബുൾ മാർക്കറ്റ് തീരാൻ പോകുന്ന ചിലപ്പം ഒരു ബിറ്റ്കോയിൻ്റെ വില 200K ആകാം, 350K ആകാം, ഈവൻ 500K വരെ, മേ ബി ഈവൻ 1 million വരെ പോകാം. നോ വൺ ക്യാൻ സേ എനിത്തിങ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും വീട് വാങ്ങിക്കുകയല്ല, സ്റ്റോക്ക് വാങ്ങിക്കുകയല്ല, ഗോൾഡ് വാങ്ങിക്കുകയല്ല, അല്ലെങ്കിൽ പ്രീമിയം കാർ വാങ്ങിക്കുകയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ iPhone 13 Pro 16 Pro ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും വെറുതെ പൈസ കളയരുത്. ഓക്കെ, ജസ്റ്റ് ബൈ ബിറ്റ്കോയിൻ വിത്ത് ദാറ്റ് മണി. ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ എത്ര പേര് സീരിയസ് ആയിട്ട് എടുക്കുന്ന അറിയത്തില്ല. നിങ്ങൾക്ക് ബിറ്റ്കോയിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോയി അതിനെ റിസർച്ച് ചെയ്യുക. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല. എനിക്കതിനെ പുഷ് ചെയ്യാൻ ഒക്കില്ല ഒരിക്കലും. ഓക്കെ, ഞാൻ ആ ഒരു സിറ്റുവേഷനിലല്ല. ഞാൻ ഒരിക്കലും ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല. പക്ഷേ ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. കാരണം വരും കാലങ്ങൾ അത് തെളിയിക്കും. ഓക്കെ, കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 63,000 അല്ലെങ്കിൽ ഈ 60,000 റേഞ്ച്, 60K റേഞ്ച് ഇനി ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ലൈഫിലും ഇനി ഒരിക്കലും വരുമല്ലോ ഈ റേഞ്ച്. നിങ്ങൾ ഇന്നിടുന്ന പൈസയുടെ വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കെ, സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, ജസ്റ്റ് ബൈ ബിറ്റ്കോയിൻ. നിങ്ങൾക്ക് 1,000 രൂപയ്ക്ക് വാങ്ങിക്കാം, 50,000 രൂപയ്ക്ക് വാങ്ങിക്കാം, 50 ലക്ഷത്തിന് വാങ്ങിക്കാം. മേ ബി നിങ്ങൾക്ക് എൻ്റെയർ 1 ബിറ്റ്കോയിൻ നിങ്ങൾക്ക് വാങ്ങിക്കാം. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലായിരിക്കണം. ഒരു ഫസ്റ്റ് ടാർഗറ്റ് മേ ബി യു ക്യാൻ ബൈ 0.0026%. ഒരു ബിറ്റ്കോയിൻ്റെ 0.0026 എത്രയാണോ അത്രയും. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം $175-180 നിങ്ങൾക്ക് മുടക്കിയാൽ, അല്ലെങ്കിൽ ഏകദേശം 10-14,000 ഇന്ത്യൻ റുപ്പി മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും പെർസെൻറ്റേജ് കിട്ടും. ഇതെങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 21 മില്യൺ ബിറ്റ്കോയിനേ ഉള്ളൂ ലോകത്ത്. അതിൽ കൂടുതൽ ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ ഒക്കില്ല. 21 മില്യൺ, 8 ബില്യൺ ജനങ്ങളുണ്ട് ലോകത്ത്. അങ്ങനെയാണെങ്കിൽ ഈ 8 ബില്യൺ ജനങ്ങൾക്കും ഇത്രയും ബിറ്റ്കോയിൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് 0.0026% മാത്രമേ കിട്ടൂ. അതായത് നിങ്ങൾ 0.0026% മേടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 170 അല്ലെങ്കിൽ $175-180 കൊടുത്ത് മേടിക്കുവാണെങ്കിൽ, അതിനർത്ഥം അതിൻ്റെ ഒരു ശതമാനം നിങ്ങൾക്ക് കിട്ടിയെന്നുമാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ദാറ്റ് ഷുഡ് ബി ദ സ്റ്റാർട്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് മേ ബി യു ക്യാൻ ഗോ ഫോർ 0.26%. അതിനൊരു കാൽക്കുലേഷൻ വേറെതുണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ. അത് കഴിഞ്ഞ് ഹാഫ് ബിറ്റ്കോയിൻ, അത് കഴിഞ്ഞ് 1 ബിറ്റ്കോയിൻ. ഈവൻ ഞാൻ പറഞ്ഞില്ലേ 0.26%, അതായത് കാൽഭാഗം.
ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, യുവർ എൻ്റയർ ലൈഫ്, യുവർ നെക്സ്റ്റ് ജനറേഷൻ, ഇനി വരാനിരിക്കുന്ന ജനറേഷൻ മുഴുവൻ ചേഞ്ച് ചെയ്യാൻ തക്ക വാല്യൂ ഉള്ളതാണ് ഈ 0.26%. വെറുതെ വേസ്റ്റാക്കി കളയരുത്. ടൈം ഇസ് ഹ്യൂജ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇത് കാണണം. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല, കാരണം ഇറ്റ്സ് എ പ്രൂഫ്. ഞാനിത് പറഞ്ഞിരുന്നു എന്നുള്ളതിനൊരു പ്രൂഫുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത 4 കൊല്ലത്തെ, ഞാനൊരു ഒരു ഒരു വർഷത്തിൻ്റെ കണക്ക് പറയുവാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത 4 കൊല്ലത്തെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് എങ്ങനെ കൂടുതൽ ബിറ്റ്കോയിൻ മേടിക്കാൻ നോക്കും, അതിനെന്തൊക്കെയാണ് സാധ്യതകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ജോബ് ചെയ്യാം, യൂബർ ഓടാം, ഡെലിവറി ചെയ്യാം, അതിൽ കിട്ടുന്ന വരുമാനം മുഴുവൻ ബിറ്റ്കോയിൻ മേടിക്കാം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് പുതിയ വീടോ കാറോ ഒന്നുമല്ല. നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കണം എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ മാക്സിമം എത്രയും നിങ്ങൾക്ക് അക്യൂമുലേഷൻ ചെയ്യാൻ നോക്കും. അതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ജീവിതത്തിലെ. അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇതിന്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം 65,000 USD ആണെന്ന് പറയുന്നു. ഒരു അമേരിക്കയിലെ, ഇപ്പോൾ ഉദാഹരണം ഒരു ഡെവലപ്ഡ് കൺട്രീസ്, അപ്പോൾ US എടുക്കാം. US ആവറേജ് ഫാമിലിയുടെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 55,000 USD പെർ ഇയർ ആണ്. ഒരു ആവറേജ് ഫാമിലി ഒരാൾ 65,000 രൂപ കൊടുത്ത് USD കൊടുത്തിട്ട് ഒരിക്കലും ഒരു 1 ബിറ്റ്കോയിൻ മേടിക്കാൻ പോകുന്നില്ല. കാരണം മേടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ബിറ്റ്കോയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഈ ഗ്രാസ് റൂട്ടിൽ അത്രയും ഡീപ്പായിട്ട് അയാൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അയാൾ അത്രയും പൈസ എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഡെവലപ്ഡ് കൺട്രീസിൽ തന്നെ ഒരു 1 ബിറ്റ്കോയിൻ മേടിക്കുക എന്നുള്ളത് പ്രൈസ് ഔട്ട് ചെയ്തിരിക്കുന്നു. അവർക്കിനി ഒരിക്കലും മേടിക്കാൻ ഒക്കില്ല, മേടിക്കാൻ തുനിയത്തുമില്ല. അപ്പോൾ ഒരു 3-4 കൊല്ലം കൂടെ കഴിയുമ്പം ഒരു പകുതി ബിറ്റ്കോയിൻ പോലും അവർക്ക് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇങ്ങനെ ഓരോ വർഷം കഴിയുന്നതോറും പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 0.0026, അത് ലോകത്തിലെ എല്ലാവർക്കും വീതിച്ചു കൊടുത്താലാണ് ഈക്വലായിട്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, ഓരോ ആളുകളുടെ കയ്യിലും ചിലപ്പം 1000 ബിറ്റ്കോയിൻ കാണും, 10,000 ബിറ്റ്കോയിൻ കാണും. ഇപ്പം തന്നെ ബ്ലാക്ക് റോക്കിൻ്റെ ETF-ൻ്റെ കയ്യിൽ തന്നെ 200K മുകളിലുണ്ട്. US മൊത്തം ETF പ്രൊവൈഡേഴ്സ് അവർ ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം ഓൾമോസ്റ്റ് 1% ഓഫ് എൻ്റെ ബിറ്റ്കോയിൻ, 21 മില്യൻ്റെ ഏകദേശം 1% അവർ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ഇപ്പോൾ അക്യുമുലേഷൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ എത്രയും സ്കേഴ്സിറ്റിയാണ്. 0.0026 അല്ല, അതിലും താഴെയാണ് ഒരു മനുഷ്യന് കിട്ടാവുന്നത് ഇപ്പം. അപ്പോൾ അത് ആദ്യമേ അക്യൂർ ചെയ്യുക. ഓക്കെ, പിന്നീട് പയ്യെ DCA ചെയ്യുക, ഡോളർ കോസ്റ്റ് അവറേജ് ചെയ്യുക. കിട്ടുമ്പോൾ പൈസ കിട്ടുമ്പോൾ എല്ലാ മാസവും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു എമൗണ്ട് മേടിക്കുക. അടുത്ത 4 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് 4 കൊല്ലമാവും നിങ്ങളുടെ എൻ്റയർ ലൈഫ്. നിങ്ങൾ മരിക്കുന്നവരെ അത് ചെയ്യാം. കാരണം ഇത് ലിമിറ്റഡ് ആണ് ഈ അസറ്റ്. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ മരിക്കുന്നവരെയും കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. നിങ്ങളുടെ കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കളുടെ കാലം കഴിഞ്ഞാലും ഈ അസറ്റ് ഇവിടെ കാണും, അതിൻ്റെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, പ്ലീസ് ഡോണ്ട് സ്ലീപ്പ് ഓൺ ഇറ്റ്. ഓക്കെ, പ്ലീസ് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ജസ്റ്റ് ബൈ ഇറ്റ്. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.